നമ്മുടെ വൈറലായ നോൺ സ്റ്റിക്കിൻ്റെ പത്തിരി പ്രസ്സിൽ ചപ്പാത്തി പരത്താൻ പറ്റുമെന്ന് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തിയും ചിലപ്പോഴൊക്കെ ഇതിലാണ് കേട്ടോ പരത്താറ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ലൂസായിട്ട് മാവ് കുഴക്കണം. ടൈറ്റ് ആവാൻ പാടില്ല. ടൈറ്റായാൽ പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം അതിങ്ങനെ പ്രസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ പരത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ലൂസിൽ മാവ് കുഴച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ പരത്താൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതൊരു ഏകദേശം ഒരു 7 ഇഞ്ച് ഡയമീറ്ററാണ് അതിൻ്റെ മീൻസ് വട്ടം വരുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ പൊതുവേ എല്ലാവരും കുറച്ച് വലുതാക്കിയിട്ടാണല്ലോ പരത്താറ്. ഇത് കണ്ടോ, ഈ ഒരു വലുപ്പമാണ് നമുക്ക് ഇതിൽ കിട്ടുക കേട്ടോ. അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഇതിനുണ്ട്. നമുക്ക് വലുതാക്കി ചപ്പാത്തി പരത്തിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഇതിൻ്റെ ഡയമീറ്റർ ചെറുതായതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പത്തിരി പ്രസ് കാണുന്നുണ്ട്. അതിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്ത് പിന്നെ കുറച്ച് ചപ്പാത്തി ഞാനിങ്ങനെ ചൂടാക്കി വെക്കാം കേട്ടോ ചെയ്യുക. പിറ്റേ ദിവസം എടുക്കാൻ പരത്തുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കും.